ബിഗ് ബോസിൽ രേണു സുധിയെ കാണാനില്ല. എവിടെ പോയി? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ഇത് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഇത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ റിവ്യൂലൊക്കെ പോയി നോക്കി. എവിടെയും രേണു സുധി ഔട്ടാണെന്ന് കാണുന്നില്ല. ഔട്ടല്ലാതെ പിന്നെ ഈ കൊച്ചു എവിടെ പോയി? 2 ദിവസം മുമ്പ് ഇരുന്ന് കരച്ചിലും വേളിയൊക്കെ ആയിരുന്നു. പേൻ പുഴുത്ത് അവസാനം തലയ്ക്ക് വല്ലതും സംഭവിച്ചു. ഞാൻ ഇങ്ങനെ പേൻ്റെയൊക്കെ കേസ് ഞാനിങ്ങനെ കുറേ കാണുന്ന ഒരു ഇതാണ്. ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ പോയി നോക്കും. അപ്പോൾ ഇങ്ങനെ പേൻ കൊല്ലുന്നത്, മുടി വടിച്ച് കളയണത്, അങ്ങനെ കുറേയൊക്കെ നെറ്റിൽ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ബാഡായി എന്തരോ എന്തോ. എന്തായാലും 2 സരികമാർ പുറത്ത് വന്ന് പറഞ്ഞ ന്യൂസിൽ പട്ടിണിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കി ആരുടെയും ദേഹത്തില്ലാത്ത ഒരു പ്രത്യേകതരം മാംസം ആ പെണ്ണിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. കിട്ടുന്നതെല്ലാം അത് ആക്ര തിന്നുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രേണു കുറച്ച് മേന്മ വെച്ച് വരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മെലിഞ്ഞു തെളിഞ്ഞിരിക്കുമ്പോൾ രേണുവിന് കുറച്ച് മെച്ചപ്പെടൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെല്ലാം പോട്ടെ. രേണുവിനെ പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വോയിസ് പുറത്തു വിട്ടിരുന്നു. ഹനാൻ തന്ന വോയിസാണത്. ആക്ച്വലി പേഴ്സണൽ കോൺടാക്റ്റിലുള്ള വോയിസ് അല്ല, അവരുടെ പെർമിഷൻ ഇല്ല, പുറത്തു വിടുന്ന ശരിയായ നടപടിയല്ല. എനിക്ക് ചില നേരം ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ആക്ച്വലി ഞാൻ പെർമിഷൻ ചോദിക്കാതിരുന്നത് വളരെ ശരിയായ ഒരു നടപടിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹനാനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സോറി, ചോദിക്കണമായിരുന്നു. നിങ്ങളുടെ പെർമിഷൻ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനത് ട്രിം ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. പക്ഷേ ഇത് പൊതുസമൂഹം അറിയണമെന്ന് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞെ, ഇത് ലോകത്തോട് പറയേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇപ്പം ഉണ്ടായിട്ടായിരിക്കത്തില്ല മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു തുക കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് സംഭാവനയാണ്. അത് നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്നത് തന്നെയാണ്, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷേ അത്രയും അതിൻ്റെ ഒരു കുറവ് ബാക്കിയുള്ളിടത്ത് അവർ പിടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യർ, ഒത്തിരി നല്ല ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വീടില്ലാതെ അസുഖം മൂലവും പ്രാരാബ്ദം മൂലവും ഒക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ട സഹായം പോലും ഇത്തരക്കാർ കാരണം നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം. പിന്നെ ആരോ കമൻ്റ് ഇട്ടിരുന്നു, ഹനാൻ നല്ലൊരു സുഹൃത്തല്ല എന്ന്. നല്ലൊരു സുഹൃത്തായതുകൊണ്ടാണ് അവളെ ഉപദേശിച്ചത്. അവൾക്ക് നല്ലത് വരാനാണ് ആ കുട്ടി ഇറങ്ങി നിന്നത്, ഒരുപാട് ചെയ്തത്. പക്ഷേ ഹനാൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അവളെ അത്രത്തോളം ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ വായി തുറക്കേണ്ടി വന്നത്. പിന്നെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ അറിയാൻ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിത് അന്വേഷിക്കും, ഞാലിയാങ്കുഴി വഴി പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് എനിക്ക് മനസ്സിലായ ഹനാനെ തന്നെ ഞാൻ വിളിച്ചത്. അപ്പം എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തന്നിട്ടുള്ളത്. എൻ്റെ ഉത്തരവാദിത്തം അല്ല എന്നവിടെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വഴിയാണല്ലോ. പിന്നെ ഈ ഒരു വിഷയത്തിനെ പറ്റി ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേജിലാണ് തോന്നുന്നു, ഫേസ്ബുക്കിലാണ്. അതിങ്ങനെയാണ്: രേണു ഫാൻസിനോടാണ്. ഹനാൻ പറഞ്ഞ കാര്യം ഫിറോസിന് 8 മാസം മുമ്പ് ആ ഹോസ്പിറ്റലിലെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു. ഞാനിതൊന്നും ഇട്ട് അലക്കാതിരുന്നത് എൻ്റെ മാന്യതയായി കണ്ടാൽ മതി. സത്യത്തിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഫിറോസിനോട് ഭയങ്കരമായിട്ടൊരു ആരാധന തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞു ഇത്രയും രീതിയിൽ ഫിറോസിനെ അവളെടുത്ത് വെച്ച് അവഹേളിച്ചിട്ട് പോലും തിരിച്ച് പുള്ളി അത് പറഞ്ഞിട്ടില്ല. അത് അസാധ്യ മനസാന്നിധ്യം ഉള്ള മനുഷ്യർക്കേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഇത് പറയും, തീർച്ചയായിട്ടും പറയും. എന്നെ പറയുമ്പോൾ ഞാൻ തിരിച്ച് അവരുടെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മളപ്പോഴേ വിളിച്ച് പറയും. പക്ഷേ പുള്ളി അത് മൗനമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം താൻ മൂലം ഈ വിഷയം പുറത്തറിയണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ഞാൻ സല്യൂട്ട് ചെയ്യണം. മാത്രവുമല്ല, ഈ ഒരു കാര്യം അദ്ദേഹം മൂലം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നെഗറ്റീവായിരിക്കും കൊടുക്കുക. കാരണം ഫിറോസ് ചെയ്ത വർക്ക് കൊള്ളത്തില്ലെന്നും വീട് കൊള്ളത്തില്ലെന്നും ഫിറോസ് പൈസ അടിച്ചു മാറ്റിയെന്നും ഒക്കെ ആണല്ലോ ഇവരുടെ അലിഗേഷൻ. ഇവർ പുറപ്പെടുവിക്കുന്ന അമ്പുകൾ അതാണല്ലോ. അപ്പോൾ അത് വിശ്വസിക്കുന്ന മനുഷ്യരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇയാൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇനി ഒരു വീടിൻ്റെ കാര്യമോ സപ്പോർട്ടിൻ്റെ കാര്യമോ പുള്ളിക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്ത ആ തീരുമാനം വളരെ നല്ലതായിരുന്നു. ഇപ്പോൾ ഇത് വന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഹനാൻ ഒരു സപ്പോർട്ടാണെന്നാണ് എൻ്റെ ഒരു വശം. ഞാൻ ഒരു പ്രാവശ്യം ആലോചിച്ചിരുന്നു, ഹനാൻ കള്ളം പറഞ്ഞതാണോ എന്താ എന്നൊരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, അല്ല എന്നുള്ളത് തെളിവാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ, അത് സംഭവിച്ച കാര്യം തന്നെയാണ്. നമ്മൾ എന്തിനൊരു പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവളെ ഇഴ്ത്തി പറയണമെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് വരും. ബേസിക്കലി എൻ്റെ ഒരു കരിയർ, എൻ്റെ ഒരു യൂട്യൂബ് ലൈഫ് എടുത്ത് നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്നത് ഇതേപോലുള്ള ആൾക്കാർക്കെതിരെ നിൽക്കുമ്പോഴാണ്. അതായത് സൊസൈറ്റിയിൽ അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, തങ്ങൾ ഭയങ്കര കുലസ്ത്രീയാണ്, ഭയങ്കര നല്ലവളാണ്, ഭർത്താവിന് വേണ്ടി പ്രാണൻ കളയുന്നവരാണ്, പ്രാണപ്രിയനാണ് ഭർത്താവ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള കുറേ പെണ്ണുങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട്.
അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവർ നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്തുകളാണ്. ആ പേക്കൂത്തുകൾ കണ്ടുകൊണ്ട് നാട്ടുകാർ അന്തം വിട്ട് പണവും കൊടുക്കും. ചില മന്ദബുദ്ധികളുണ്ട് പോയി വീഴുന്നത്. കോമൺ സെൻസ് ഇല്ലാത്ത കുറേ പേർക്കെതിരെയാണ് ഞാൻ ഇത്തരത്തിൽ സത്യത്തിൽ നിന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിലും അങ്ങനെ തന്നെ. രേണുസുതി എല്ലാവർക്കും അത് തന്നെയാണ് പറഞ്ഞത്. അവൾ എന്തോ വിക്ടിമൈസ് ചെയ്യണം, അവർ ഭയങ്കരമായിട്ട് എല്ലാവരെയും സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട്. നമുക്കും തോന്നും, അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, അയ്യോ ആണോ, എല്ലാവരും കൂടെ അതിനെ ആക്രമിക്കുന്നല്ലോ. ഇടയ്ക്ക് കുറേ പ്രാവശ്യം പല കാര്യങ്ങളും ഞാൻ സ്റ്റോപ്പ് ചെയ്തത് എല്ലാവരും കൂടി ഇട്ട് പറയണു, ഇനി ഞാനും കൂടി ഇട്ട് പറയണ്ട, വിഷമിപ്പിക്കണ്ട. അതൊരു നമ്മളും അങ്ങനെ സൈബർ ബുള്ളിങ് നേരിട്ടൊരു വ്യക്തിയാണ്. സത്യം അറിയാതെ ആയിരിക്കുമോ, അവസാനം നമുക്കതിനെ തിരിച്ച് ചിന്തിക്കേണ്ടി വരുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഫിറോസ് പറഞ്ഞ ഒരു വിഷയം എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ആ ബിഷപ്പിൻ്റെ കേസ്. എനിക്കത് ബിഷപ്പ് പറഞ്ഞപ്പോഴാണ് ബിഷപ്പിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ അതിന് എഗൻസ്റ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ അതന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് വന്ന കമൻറ്റ് എന്താണെന്ന് അറിയാമോ? ഞാൻ രേണുസുധിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് വീഡിയോ ചെയ്താലും അങ്ങനെയാണ് പറയണത്, പണം വാങ്ങി ചെയ്യുന്നു, പണത്തിന് വേണ്ടി ചെയ്യുന്നു. എനിക്ക് റവന്യൂ ഉണ്ട്. ഞാൻ ഈ വീഡിയോയൊക്കെ ചെയ്തിടുമ്പോഴത്തേക്ക് എനിക്കൊരു റവന്യൂ, മാന്യമായൊരു തുക എനിക്ക് യൂട്യൂബ് തരുന്നുണ്ട്. ഞാൻ അതിൽ സംതൃപ്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ഉപജീവനം. അത് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചെയ്യണം എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് ചിന്തിക്കാനും പോകുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പെട്രോൾ എക്സ്പെൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം. അതിനപ്പുറം ഒരുത്തരുടെയും പണം വാങ്ങിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ തലയിൽ വെച്ച് കിടത്തില്ല. എനിക്ക് മനസ്സിലായ സത്യങ്ങൾ തറ ചെക്ക് ചെയ്ത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. ഒൻസ് ഞാനത് ഉറച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് അത്രയും ബോധ്യപ്പെടണം. ഇപ്പം നോക്കൂ, ഹനാൻ ഇത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല, ഇത് കുറേ ദിവസങ്ങൾ മുൻപ് എന്നോട് സംസാരിച്ച കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് തേങ്ങ ഉടയ്ക്കാമായിരുന്നു അന്ന് തന്നെ, തേങ്ങ ഉടക്കി സ്വാമി എന്നുള്ള ഒരു ഇതുണ്ട്. ഞാൻ പക്ഷേ അത് മൗനമായി കൊണ്ടു നടന്നത്. എനിക്ക് തന്നെ ഒരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെയും അവഹേളിക്കാനോ ഉപദ്രവിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ ഇപ്പോൾ ഇത്രയൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചിട്ട് അതിനകത്ത് പോയ ശേഷം ഇറങ്ങുമ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു നാണമില്ലാതെ പൊതുസമൂഹത്തിനെ കളിയാക്കുന്ന തരത്തിലുള്ള അവരുടെ പെർഫോമൻസിനെയാണ് ഞാൻ അവിടെ അഡ്രസ്സ് ചെയ്തത്. ഇപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ സുധിച്ചേട്ടനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഈ ഒരു ഡ്രാമ. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ എന്താണ്, ടി വിയിൽ സുധിച്ചേട്ടനെ കാണിച്ചപ്പോൾ എൻ്റെ റിത്തപ്പന് മനസ്സിലായി മരിച്ചു പോയി എന്ന്. അപ്പോൾ എന്നെ ടി വിയിൽ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോൾ ടി വിയിൽ അവൾ കാണത്തില്ലേ? ഇപ്പോൾ ഇവിടെ റീൽസ് മാറ്റിയുള്ളതൊക്കെ ടി വി കാണത്തില്ലേ? അപ്പോൾ ഇവൾ മരിച്ചു എന്ന് വിചാരിക്കും. അവൾ എന്നും വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനോട് ഒരു പൊടി പോലെ സ്നേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കഴുത്തിൽ അങ്ങനെ പൊറ്റയായിട്ട് വന്നിട്ട് പോലും അവൾ ഏതാ ഒരു കാഷ്വൽ ടോക്കിലാണ് എടുത്തത്. ഞാനും അമ്മയാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ചില സമയങ്ങളിലൊക്കെ നമ്മൾ താഴെ വെക്കില്ല. എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ താഴെ വെക്കാത്ത എനിക്ക് ഒരുപാട് വഴക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നടക്കാൻ വിടത്തില്ല, എനിക്ക് പേടിയാണ്, വീഴുവോ വല്ലതും അവനെ കടിക്കുമോ. നമ്മുടെ ഒരു കെയറിങ് ഉണ്ടല്ലോ, അമ്മ സഹജമായ ഒരു കെയറിങ്, അതിൻ്റെ ഒരു ഇതും രേണു ആ കുഞ്ഞിനോട് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മീൻസ് പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവൾക്ക് ഒരു രീതിയിലൊരു ഇതും ആ കുഞ്ഞിനോടുള്ളതായിട്ട് തോന്നാത്ത ഒരു കഥയെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആ കഴുത്തിലെ കാര്യം അവൾ പറയുന്ന ആ ലാഘവം. പിന്നീട് കുഞ്ഞിനെ വിളിച്ചു ചേർത്തി പറയണം, പറത്തപ്പ ഞാൻ നിന്നെ പൊള്ളിച്ചോ, പറത്തപ്പ ഞാൻ നിന്നെ എന്താണ് ഇവര് പൊതുസമൂഹത്തിനോട് ഇവർക്ക് എന്താ കാണിക്കാനുള്ളത്? അതായത് മുഴുക്ക നല്ല തുക അവർക്ക് പോയി ചേർന്നിട്ടുണ്ട്. ആ തുക വെച്ച് അവർ നല്ല ലാവിഷായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഒപ്പം കിട്ടിയ വീട് ഒരു നന്ദിയില്ലാതെ അത് വെച്ചു കൊടുത്തവർക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ അവരെ സമൂഹത്തിന് ഇട്ടുകൊടുത്തുകൊണ്ട് സംസാരിച്ചു. എന്തിനധികം ആ മതിലിൻ്റെ കാര്യം അവർ സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. മതിൽ അവർ വെച്ച് തന്നെങ്കിൽ വലിയ കാര്യം. ഒന്ന് ഓർത്ത് നോക്ക്, വീട്, ആ പറമ്പ്, അതിനകത്ത് കിടക്കുന്ന ഫർണിച്ചർ, എന്തിന് വാട്ടർ പ്യൂരിഫയർ വരെ ആളുകൾ കൊടുത്തതാണ്, ഡൊണേഷനാണ്. ഇത്രയും വാങ്ങിയെടുത്ത ഒരു പെണ്ണിന് ഇത്രയും ഈസി ആയിട്ട് അവൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കാണ് കിട്ടിയെങ്കിൽ ഇവർ നിലത്ത് തൊടത്തില്ല. അമ്മാതിരി അവരെ അത്രയും റെസ്പെക്റ്റോട് കൂടിയേ കാണുള്ളൂ. പക്ഷേ ഇവരെയൊക്കെ എത്രമാത്രം ഇവർ ഇൻസൾട്ട് ചെയ്യണു, ഇകഴ്ത്തുന്നു. അത് അവളുടെ ജന്മനാ ഉള്ള ഒരു വാസനയാണെന്ന് തോന്നുന്നു. മാത്രമല്ല ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാവുക, അതിൽ കുഞ്ഞുണ്ടാവുക, ആ കുട്ടിയെ അയാൾ മരണശേഷം അയാളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് പകരം അയാളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ട് അബോർഷൻ ചെയ്യും. ഇത്യാദി കാര്യങ്ങളൊക്കെ അവരെ കൂട്ടുകാർ തന്നെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു. ഈ പെണ്ണിനെയൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും ഒൺസ് ആ ബിഷപ്പിനെ വെച്ചിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്തല്ലോ ഓർക്കുമ്പോൾ ഭയങ്കര പുച്ഛം തോന്നുന്നു. ഇനിയും ഇവൾ വന്നിട്ട് സുധിച്ചേട്ട എന്ന് പറഞ്ഞാൽ ചെരിപ്പൂരി ഒന്ന് പറ്റിക്കാനാണ് തോന്നുന്നത്. രണ്ടാമത്തെ വൈഫ് വന്നിട്ടും അവരും നിവൃത്തികേടിൻ്റെ പാരമ്യതയിൽ
സ്റ്റൈലായിരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അവർക്കും ഈ കഥകളൊക്കെ അറിയുമായിരിക്കുമേ. അപ്പോൾ അറിഞ്ഞ സത്യങ്ങൾക്ക് അവർക്ക് മനസ്സിലായ സത്യങ്ങളും ഇവൾ കാണിക്കുന്ന ഈ പേക്കൂത്തും കൂടെ ഒക്കെ കാണുമ്പോൾ അവൾ വന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളതേ കാണുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം നമ്മളോട് ഇവൾ എന്താ പറഞ്ഞത്? ഇവൾ പോകുന്നതിന് മുമ്പേ നമ്മളോട് എന്താ പറഞ്ഞത്? ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ ഇനി വ്ളോഗൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കേ ഉള്ളൂ. അതെന്താ പറ്റിക്കുന്നത്? നമ്മളത് കണ്ടിട്ടും മിണ്ടാതിരിക്കണം. ഇനി ബിഗ് ബോസിൽ പോയി എന്ന് തന്നെ വെക്കുക. പെർ ഡേ 50,000 ആണാലും 5,000 എന്ന് പറയല്ലേ, ഒരു ദിവസം 50,000 എന്നാണ് അവൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കൊടുക്കേണ്ടി വരും. അവർ ഫെയിം അല്ലേ, കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറയാം, 1 മിനിറ്റുള്ള ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് 35,000 നമ്മളൊക്കെ ചാർജ് ചെയ്യുന്നത്. സാധാരണ യൂട്യൂബേഴ്സൊക്കെ ചാർജ് ചെയ്യുന്നത് 35,000 രൂപയാണ് മിനിമം. പേളി മാണിയോ ദിയയൊക്കെയാണ് ഒരു സാധനത്തിൻ്റെ പ്രൊമോഷനെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കും. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ ഫാൻ, ഇത് സബ്സ്ക്രിപ്ഷൻ, അവർക്ക് അതിനുള്ള ഡിമാൻഡ് ചെയ്യാൻ പറ്റും. പലരും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്ന കണ്ടില്ല, ലക്ഷം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് ചിലരും. അപ്പോൾ ഇത് 50,000 എന്നുള്ളത് കട്ടാറായിട്ട് 50,000 തന്നെയാണ്. അവരവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ 50,000 രൂപ തന്നെ കൊടുക്കണം. ഇപ്പോൾ എവിടെ പോയെന്ന് അറിയാൻ വയ്യ. പിരുത്ത് വിട്ടോ, അതോ അവരെ വേറെ ഏതെങ്കിലും കൗൺസിലിംഗ് റൂമിലേക്ക് മാറ്റിയോ, അതോ കൂടുതൽ കളത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് തന്നെ കൊണ്ടുപോയോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പം നല്ല ഷോയാണ് അതിനകത്ത് നടക്കുന്നത്. അത് നശിപ്പിക്കാനായിട്ട് ആ സ്ത്രീയെ തിരിച്ചുകൊണ്ട് ഇറക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഥവാ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.